മജ്ലിസുന്നൂർ സത്യത്തിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ അതിൻ്റെ സാക്ഷാത്കാരത്തിന് പറ്റുന്ന ഉത്തമ സുഹൃത്താണ് മജ്ലിസുന്നൂർ. അതിന് ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവമാണ് ഈ ഇരിക്കുന്നത്. നീ കണ്ടില്ല എന്ന് വരണ്ട. എൻ്റെ പ്രിയ സുഹൃത്ത് നാസർ അവിടെ ക്യാമറ ഇട്ടിരിക്കുന്നുണ്ട്. ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തു നാസർ. കാരണം എൻ്റെ മേലെ കുതിര കയറണ്ട. നീ ഇതാ ഈ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പാങ്ങുകാരനാണ്. പേര് അബ്ബാസ് എന്നാണ്. അബ്ബാസ് മുസ്ലിയാർ. അദ്ദേഹത്തിന് 11 കൊല്ലത്തോളം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. 2 കണ്ണ് പൂർണ്ണ അന്ധതയിലായിരുന്നു. കാഴ്ച ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മുഅദ്ദിൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ അവർ പള്ളിയൊക്കെ വരവുണ്ട്, കണ്ണ് കാണൂല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തോടെ തപ്പിത്തറിഞ്ഞു ഊന്നുവടിയോടൊക്കെ വരൂ. പക്ഷെ കറണ്ട് പോയ സമയത്ത് മുക്കറിക്ക മെഴുകുതിരൊക്കെ കത്തിച്ചു ഇയാളൊന്നോട്ടൊക്കെയാണ് തട്ടിട്ട്. അപ്പം മുഅദ്ദിനാണെങ്കിൽ ഇദ്ദേഹത്തിന് കണ്ണ് കാണാത്ത അറിയില്ല. എന്നിട്ട് എനിക്ക് നല്ല ദേഷ്യം പിടിച്ചു. പിന്നെയാണ് കണ്ണ് കാണാത്ത ആളാന്ന് മനസ്സിലായത്. അപ്പം കറണ്ട് പോയത് വരെ ഈ ഇരിക്കുന്ന ആൾ അറിഞ്ഞില്ല. ഒരു തരിമ്പ് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതിന് പോകാൻ ബാക്കിയുള്ള ഹോസ്പിറ്റലില്ല, കാണാൻ ബാക്കിയുള്ള ഡോക്ടർമാരില്ല. പരിചയത്തിലും കേൾവിയിലുള്ള നിപുണരായ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു. കേരളത്തിൻ്റെ പുറത്തു പോയി, കേരളത്തിൻ്റെ ഉള്ളിലായി, പെരിന്തൽമണ്ണയിൽ പോയി, എല്ലായിടത്തും ഡോക്ടർമാർ പറഞ്ഞത് ഇത് മാറൂല, ഇതിന് ഭൂമിയിൽ മരുന്നില്ല എന്നാ പറഞ്ഞത്. എന്താ ഇരിക്കണ ആളിത് ഇരിക്കണ്. ഞാൻ ആളെ ചൂണ്ടിട്ടാളോ പറയണേ. ആ ഒരു അനുഭവം പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ 12-11 കൊല്ലത്തോളം അദ്ദേഹം കഴിഞ്ഞു. വാതിന് പോകാൻ സംഘാടകർ വേണം, അല്ലെങ്കിൽ കൂട്ടുകാർ വേണം. കൊലായിന്ന് ഒന്ന് എണീറ്റിട്ട് തുപ്പാൻ ഊന്നുമടി കാൽമ ചാരിയിട്ട് ആ കസാരയിലിരിക്കുക. ഊന്നുമടി എപ്പോഴും കയ്യിലുണ്ടാവും. ഭാര്യനെ കണ്ടിട്ട് കൊല്ലം 12ഓളായി. കെട്ടിയോളെ കണ്ടിട്ട്, കുട്ടികളെ കണ്ടിട്ട്, ഉമ്മാനെ കണ്ടിട്ട്, കൂട്ടുകാരെ കണ്ടിട്ട്, വീട്ടുകാരെ കണ്ടിട്ട്, നാട്ടുകാരെ കണ്ടിട്ട് 12 കൊല്ലായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരൊക്കെ കൂടി തീരുമാനിച്ചു നമ്മൾ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ഒന്ന് പോവാന്ന്. അത് ഡോക്ടറാണല്ലോ, ശരിക്കുള്ള ഡോക്ടർമാർ അവരാണല്ലോ. അത്തിപ്പറ്റ സ്ഥാനത്ത് പോവാറ് ഇതായിരിക്കണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും. അങ്ങനെ അത്തിപ്പറ്റ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവരും നാട്ടിലെ കുറച്ച് ആളുകളും കൂടി വന്നു. നാട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? വല്യാട്ടുന്ന് കുറച്ച് ആളും കൂടി അത്തിപ്പറ്റ സ്ഥാനോട് പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല. ഉസ്താദ് വെച്ചു, ഡോക്ടർമാരെ കണ്ടില്ലേ? കണ്ടു. നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇടക്ക് പോയതാ. അപ്പൊ ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞ്? അവര് ഭൂമിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞിരിക്കണ. ഭൂമിയിൽ ഇതിന് മരുന്നില്ല എന്നാണ് പറഞ്ഞത് ഉസ്താദ്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, അത് വെറുതെ പറയുകയാണ്, മരുന്നില്ല എന്നത് ശരിയല്ല. അബ്ബാസ് മുസ്ലിയാരും കൂടെയുള്ളവരും ഞെട്ടിത്തെറിക്കുകയാണ്. എന്താണ് ഉസ്താദേ പറയുന്നത്? വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ, സമർത്ഥരായ ഡോക്ടർമാരൊക്കെ മരുന്നില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞ വിഷയത്തിന് മരുന്നുണ്ടെന്നാണോ ഉസ്താദ് പറയുന്നത്? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് എന്താണ്? മരുന്നല്ലേ ഉമ്മമാരെ. അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മജ്ലിസുന്നൂറുണ്ടോ? അവര് പറഞ്ഞുണ്ട്. എന്നാൽ 6 മജ്ലിസുന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്താൽ 7ാമത്തതിന് എനിക്ക് പോകുമ്പോ കണ്ണിന് കാഴ്ചയുണ്ടാകോ? നിങ്ങൾക്ക് വേറെ മരുന്ന് വേണ്ട. 6 മജ്ലിസുന്നൂറിന് അടുപ്പിച്ച് പങ്കെടുത്തു. പിന്നത്തേന് പോകുമ്പോ കാഴ്ചയായിട്ടാണ് പോയത്. ആയിരിക്കുന്ന ആളായിരിക്കണേ. അതാണ് മജ്ലിസുന്നൂർ. 12 കൊല്ലം അനുഭവിച്ച അന്ധതയുടെ ഇരുട്ടിൽ നിന്ന് ഈ ഇരിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടത് മജ്ലിസുന്നൂർ കൂട്ടുപിടിച്ചത് കൊണ്ടാ. അതല്ലേ അതിലെ ദുആ തന്നെ. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലു ബദിരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും